ഉദാഹരണം പറഞ്ഞ പോലെ ഇന്ത്യയിലെ ജനത മൊത്തമായിട്ടും രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഷാബു പ്രസാദ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇദ്ദേഹം നേരത്തെ സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവത്തിന് വിളിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഇങ്ങനെ ഭാരത് ജോഡോ യാത്ര, ന്യായ് യാത്ര നടക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നത് പോലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇങ്ങനെ ഒരു യാത്ര നടക്കുന്നതായിട്ട് അറിയില്ല എന്നാണ്. അങ്ങനെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തടയുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ദിവസം ആ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ആരും ഗൗനിക്കാത്ത ഒരു യാത്ര, അല്ലെങ്കിൽ ആരും ഗൗനിക്കാത്തൊരു നേതാവിനെ എന്തിനാണ് ഇവരിങ്ങനെ തടയേണ്ട കാര്യമുള്ളത്? അത് തടഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ പോലും ഇവിടെ ചർച്ച ചെയ്ത് ഇന്ത്യ മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയെ തടഞ്ഞു എന്ന് ചർച്ച ചെയ്തതിന് കാരണം ഇതാണല്ലോ. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി അവിടെ പോകുന്നത് അത് അവിടെ ഒരു രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു VVIP ഈ സമയത്ത് അവിടെ കുറേ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചില്ലെങ്കിൽ പോലും സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ഒക്കെ ക്ഷണിച്ചിരുന്നല്ലോ ഈ അയോധ്യയിലേക്ക്, രാമക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക്. അവർ വന്നു കഴിഞ്ഞാൽ ആകെ അലങ്കോലപ്പെടുമെന്ന് അപ്പോൾ BJPക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇനി ഇതൊക്കെ പോട്ടെ, അത് അവിടെയാണ്, അവിടെ അതിനുള്ള കർക്കശമായിട്ടുള്ള സുരക്ഷയുണ്ടാവുന്നതൊക്കെയാണെങ്കിൽ ഇതേ രാഹുൽ ഗാന്ധി പോകാൻ ശ്രമിച്ചതുപോലെ ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിൽ, ഡൽഹിയിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണല്ലോ അമിത്ഷാ പോയിട്ടുള്ളത്. അമിത്ഷാ രാമക്ഷേത്രത്തിലേക്കല്ലല്ലോ പോയത്, അമിത്ഷാ ഡൽഹിയിലുള്ള ക്ഷേത്രത്തിൽ പോയി, നഡ്ഡ വേറൊരു ക്ഷേത്രത്തിൽ പോയി. ഇവരൊക്കെ പോകുമ്പോൾ അവിടെ ഇതേപോലെ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ജനകീയനായിട്ടുള്ള എന്ന് BJPക്കാർ വിശ്വസിക്കുന്ന നഡ്ഡയും അതിനേക്കാൾ ജനകീയനായിട്ടുള്ള അമിത്ഷായും ഒക്കെ പോകുമ്പോൾ അത് അലങ്കോലപ്പെടില്ല? അങ്ങനെ VVIPകൾ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ മാറിപ്പോയില്ലേ, ഭക്തിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയില്ലേ? അപ്പോൾ അങ്ങനെ അതെന്തുകൊണ്ടാണ് അവർക്ക് പ്രവേശനം കൊടുത്ത് അവരും ഇതേപോലെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറയാമായിരുന്നല്ലോ? അപ്പോൾ ഇതിലൊക്കെ ഇരട്ടത്താപ്പാണ്. ഒരു പ്രശ്നമുള്ളത്, രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ള ഒരാൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അത് തടയാൻ വേണ്ടി തന്നെയാണ് ഈ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനിപ്പോൾ ഭക്തനാണോ ഇല്ലയോ, അദ്ദേഹം എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുമ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും വൈക്കം ക്ഷേത്രത്തിലും ഗുരുവായൂരും ഒന്നും പോവാതിരുന്നത് എന്നുള്ളതാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മളൊക്കെ പലപ്പോഴും, ഞാൻ പല ക്ഷേത്രങ്ങളുടെ മുമ്പിലൂടെ പോകാറുണ്ട്, അവിടെ കയറാറൊന്നുമില്ല. ചിലപ്പോൾ ചില ക്ഷേത്രത്തിൽ കയറണം തോന്നി അവിടെ കയറും. അത് എൻ്റെ താല്പര്യമാണ്. എല്ലാ ദിവസവും ഒരേ ക്ഷേത്രത്തിൽ കുറേ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആളുകളുണ്ട്, അത് അവരുടെ ഇഷ്ടം. രാഹുൽ ഗാന്ധിക്ക് പോവാം. ഇനിയിപ്പോൾ വേറൊരു കാര്യമാവട്ടെ, അമിത്ഷാ എന്ന് പറയുന്ന ആൾ, എൻ്റെ അറിവ് പ്രകാരം അദ്ദേഹം ജൈന മതക്കാരനാണ്, ഹിന്ദു മതത്തിൽപ്പെട്ട ആൾ പോലുമല്ല. പിന്നെ അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ പോകുന്ന എന്താ വിലക്ക് ഇല്ലാത്തത്? അപ്പോൾ അദ്ദേഹം പോയിക്കോട്ടെ, അതിന് ഒരാളെ തടയാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. അങ്ങനെ അദ്ദേഹം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജൈനമതത്തിൽ നിന്ന് മാറിയിട്ട് ഹിന്ദു മതത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, അതും ചെയ്യാം. അതൊക്കെ വ്യക്തി താല്പര്യമാണ്. ആ താല്പര്യവും ആ അവകാശവും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്കും കിട്ടണം. പക്ഷേ രാഹുൽ ഗാന്ധിയെ സമ്മതിക്കില്ല. രാഹുൽ ഗാന്ധി ഇവിടെ മാത്രമല്ലല്ലോ, ക്ഷേത്രപ്രവേശനം മാത്രമല്ല തടഞ്ഞിട്ടുള്ളത്, അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ കൃത്യമായിട്ട് അത് ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ആക്രമിക്കുന്നു, വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഫ്ലെക്സ് ബോർഡുകൾ മുഴുവൻ തകർക്കുന്നു. ഇങ്ങനെയെല്ലാം അതുപോലെ എന്തുകൊണ്ട് അത് തടയുന്നതിനാണ്? രാഹുൽ ഗാന്ധിയുടെ യാത്ര ഒരു ചലനവും ഉണ്ടാക്കാതെ ഇങ്ങനെ പോവുകയാണ്. 4 ആളുകൾ അറിയില്ല. ഇപ്പോൾ ഷാബു പ്രസാദ് പോലും ഇവിടെ അറിഞ്ഞിട്ടില്ല അങ്ങനെ യാത്ര നടക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അത് ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് തടയുന്നു, അത് നേരെ അക്രമം ഉണ്ടാവുന്നു, അതിന് തൊട്ട പിന്നാലെയാണ് ഇത് ഉണ്ടാവുന്നത്. ആ യാത്ര മാറ്റി വയ്ക്കും. ഇപ്പം ക്ഷേത്രത്തിൽ പോകുന്ന കുറച്ച് മണിക്കൂർ മാറ്റി വെച്ചൂടെ എന്ന് പറഞ്ഞ പോലെയല്ല. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്ര റൂട്ട് മാറ്റണം. അവിടെ അക്രമം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത്, നിങ്ങൾ ഈ വഴിക്ക് പോകണം. ഈ അക്രമകാരികളെ അവർ പ്രത്യേകിച്ചും BJPക്കാരാകുമ്പോൾ അവരെ തടയാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ, അദ്ദേഹത്തിൻ്റെ പോലീസിന് കഴിയില്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാതെ ഈ ഒരു നേരത്തെ പ്രഖ്യാപിച്ച പല സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന ഒരു യാത്ര അതിങ്ങനെ പോകണ്ട, ഇങ്ങനെ പോകണം, അത് ഈ വഴിക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്ന രീതി എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളതാണ്. അത് ചെയ്തിട്ട് പിന്നെ അതോടൊപ്പം ക്ഷേത്രത്തിലേക്ക് കൂടി പോകാൻ പാടില്ല. ഈ അദ്ദേഹം രാമക്ഷേത്രത്തിലേക്ക് അല്ലല്ലോ പോയിട്ടുള്ളത്, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ.
അദ്ദേഹം വേറെ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പ്രാർത്ഥിച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും. അതിന് എന്തിനാണ് ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് പൂർണ്ണമായിട്ടുള്ള അവകാശ നിഷേധമാണ്. ഒരാളുടെ മതാചാരം നടത്തുന്നതിനുള്ള അത് വിലക്ക് ഏർപ്പെടുത്തലാണ് എന്നതിലൊരു സംശയമില്ല. ശരി, രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ വിലക്കുണ്ടായോ? അസമിൽ ക്ഷേത്ര പ്രവേശനത്തിൽ രാഹുൽ ഗാന്ധിക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ടതാണ്. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞോളൂ. ഒറ്റ കാര്യം, അതായത് ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തമിഴ്നാട്ടിൽ ധാരാളം ഇടത്ത് പോലീസ് അത് തടയുകയും ആ LED ബോളുകൾ അഴിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരുടെ അവകാശ നിഷേധമാണ് നടന്നത്. ശ്രീ സജീവൻ സാറും അല്ലെങ്കിൽ അബിൻ വർക്കിയും താങ്കൾ കാണിച്ച് ആ ഒരു വികാരത്തോടു കൂടി ആ സംഭവത്തിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അതിനെ എതിർക്കുമോ? അതും ക്രമസമാധാനം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവകാശം സംരക്ഷിച്ചുകൊണ്ട് ക്രമസമാധാനം സംരക്ഷിക്കാനുള്ള ബാധ്യത തമിഴ്നാട് സർക്കാരിനില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമോ? സജീവൻ സാർ പറഞ്ഞോളൂ മറുപടി. ഇതിൽ ഈ പ്രശ്നം വെച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഹർജിക്കാർ. അതിൽ സുപ്രീം കോടതി പറഞ്ഞത് നിയമപരമായിട്ടുള്ള രീതികൾ സ്വീകരിച്ചുകൊണ്ട് അനുമതി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ്. ഇതിൽ തമിഴ്നാട് സർക്കാർ അത് ചെയ്ത് ഞാൻ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ തടയേണ്ട കാര്യം അവിടെയുള്ള ആളുകൾ ഈ രാമക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ കണ്ടുപോയതുകൊണ്ട്, ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപോയതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നില്ല, ആകാശം താഴേക്ക് വീഴാൻ പോകുന്നില്ല. അത് ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ, സ്റ്റാലിൻ്റെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് അനുമതി പോലും ചോദിക്കാതെ ഇങ്ങനെ ചെയ്യുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നിനും എതിരില്ല. പക്ഷേ അവിടെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസിൻ്റെ അടുത്തൊരു പെറ്റീഷൻ, ഒരു അനുമതി കൊടുക്കണം. ഹർജി കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു പറയണം. അത് നമ്മൾ പലപ്പോഴും റോട്ടിലൂടെ വെറുതെ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തി പോയില്ലല്ലോ. അവിടെ പോലീസിനെ നമ്മൾ ആദ്യം തന്നെ അറിയിക്കും. അങ്ങനെ ചെയ്തില്ല എന്നാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അവരുടെ അപേക്ഷ കൊടുക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അപേക്ഷ പരിഗണിക്കണം എന്നാണ്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഷാബു പ്രസാദ് ചോദിച്ചുകൊണ്ട് പറയുന്നു, വ്യക്തിപരമായ രീതിയിൽ അങ്ങനെ തടഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല.